നമസ്കാരം. നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് 9 നക്ഷത്രക്കാർ, ഏതു സമയത്തും ഭാഗ്യം തേടിയെത്തുന്ന 9. അവരെ ഏതെങ്കിലും രീതിയിൽ ഭാഗ്യം കടാക്ഷിച്ചിരിക്കും ഈ 9 നക്ഷത്രക്കാരെ. അതൊരു ഒരു ഭാഗ്യമാണ്. ഇത്രയും നക്ഷത്രങ്ങൾ ഉള്ളതിൽ ഈ 9 നക്ഷത്രക്കാർക്ക് ഒരുപാട് പ്രത്യേകതകളാണ്. ജനിച്ച നക്ഷത്രപ്രകാരം അപ്രതീക്ഷിതമായി ഉയർന്ന സാമ്പത്തിക നിലയിലെത്തുന്ന ചില നക്ഷത്രക്കാരാണ് ഈ 9 നക്ഷത്രക്കാരിൽ പെടുന്നത്. ജനന സമയപ്രകാരം ഭാഗ്യാനുഭവങ്ങളിൽ ഏറെക്കുറച്ചുകൾ ഉണ്ടാവുമെങ്കിലും പൊതുവെ ഈ കൂട്ടർ സാമ്പത്തിക നില ഭദ്രമായിരിക്കും. അവർ ദാരിദ്ര്യമായിട്ടൊന്നും ജീവിക്കത്തില്ല. അതിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക. ഈ നാളുകാർ പൊതുവെ വിദ്യാഭ്യാസ സമ്പന്നമായിരിക്കും. ജീവിതത്തിലുടനീളം സാമാന്യം ധനികനായിരിക്കും ഇവർ. കാർത്തിക നക്ഷത്രം ജനിക്കുന്നവർ സത്യസന്ധതയും ആരോഗ്യമുള്ളവരും ആയിരിക്കും. പൊതുവെ ഒട്ടനവധി ആൾക്കാർ മിക്ക വീടുകളിലും ഈ കാർത്തിക നക്ഷത്രക്കാരെ കണ്ടുവരുന്നുണ്ട്. അപ്രതീക്ഷിതമായി അവർക്ക് ഭാഗ്യങ്ങൾക്ക് തേടിയെത്തും. ഇതിന് ലഭിച്ച് ചിലപ്പോൾ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെയൊക്കെ ലോട്ടറി അടിക്കും. അങ്ങനെയൊക്കെ പല രീതിയിലും കടാക്ഷിക്കുന്നതാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ. പിന്നെ ഉള്ളത് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്കും ജീവിതത്തിലുടനീളം ധനവാനായിരിക്കും. അവർക്ക് ഏത് രീതിയിലും അവർക്ക് സമ്പന്നമായി ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാകും. പൂർവ്വീയ സ്വത്ത് വഴിയോ ഏത് വഴിയോ ഏത് കൂട്ടത്തിൽ ചെന്നാലും അവരവിടെ ഒരു നേതാവായിരിക്കും. അവർക്ക് അവിടെ ഒരു പ്രാധാന്യം ലഭിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് അവർക്ക് അവിടെ ഒരു മുൻഗണന ഏത് കാര്യത്തിനും ലഭിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് രോഹിണി. പിന്നെ മകര നക്ഷത്രക്കാർക്ക് പറഞ്ഞ ബുദ്ധിയും സൗന്ദര്യവും ആത്മാർത്ഥയും കൂടുതലുള്ളവരാണ്. ഏറ്റെടുക്കുന്ന ഏത് കാര്യം വിജയിപ്പിക്കും. അവർക്ക് ഈ പറഞ്ഞ പോലെയാണ് എവിടെ ചെന്നാൽ ഏതെങ്കിലും രീതിയിൽ ഭാഗ്യം മാറത്തുള്ള ദരിദ്രമായി ജീവിക്കത്തില്ല. പിന്നീട് വരുന്ന തിരുവാതിര നക്ഷത്രം. ഇവരുടെ ജീവിതത്തിലും ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നു. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ് ഇവർ. ബുധൻ രാശിയിൽ ജനിച്ചവരായതിനാൽ ബുദ്ധിയുള്ളവരായിരിക്കും. കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിച്ചെടുക്കാനും ഒക്കെ ഉള്ള കഴിവുള്ളവരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ. അവർക്ക് ഈ പറഞ്ഞവരാണ് നനച്ചിരിക്കുക ഭാഗ്യം വരും. അങ്ങിരിക്കുമ്പം ചുമ്മാ വഴിയെ പോകുമ്പോൾ ആരെങ്കിലും കൊണ്ട് ലോട്ടറി ടിക്കറ്റ് കൊടുക്കും, ഒന്ന് സഹായിക്കണമെന്നും പറഞ്ഞ് അതൊരെണ്ണെടുത്ത് അതിനകത്തൊരു സമ്മാനം ഉറപ്പായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ പൂരം. സൗന്ദര്യവും സാമർഥ്യവും തികഞ്ഞവരാണ് പൂരം നക്ഷത്രക്കാർ. നന്നായി സംസാരിക്കാൻ അറിയാവുന്നവരും കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാനും ബുദ്ധിജീവികളും അതായത് മേൽനോട്ടം വഹിക്കാനൊക്കെ കഴിവുള്ളവരാണ് പൂരം നക്ഷത്രക്കാർ. വളരെ ആഡംബര ജീവിതവും ലാവിഷായിട്ട് പണം ചിലവഴിക്കുക അടിക്കുകയൊക്കെ ചെയ്യുന്നൊരു കൂട്ടരാണ് പൂരം നക്ഷത്രക്കാർ. അവർ ഏതിനും മുന്നിൽ നിൽക്കുന്ന ഒരു ആഡംബര പ്രിയരുമാണ് പൂരം നക്ഷത്രക്കാർ. പിന്നീടുള്ള ഉത്തരം നക്ഷത്രം. സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നവരും അതിൽ വിജയിക്കുന്നവരുമാണ് ഉത്തരം നക്ഷത്രക്കാർ. സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കാൻ കഴിവുള്ളവരാണ്. എവിടെയും ഏത് കാര്യം വിജയിപ്പിച്ചെടുക്കാൻ കഴിവുള്ളവരാണ് ഉത്തരം നക്ഷത്രക്കാർ. പിന്നെ അനിഴ നക്ഷത്രക്കാർ ഈ പറഞ്ഞ സ്വന്തം തീരുമാനം ഉറച്ചും അതനുസരിച്ചും പ്രവർത്തിക്കുന്നവരാണ് അനിഴ നക്ഷത്രക്കാർ. വിദേശത്ത് പോയി നല്ല തിളങ്ങാൻ കഴിയുന്നവരും നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് അനിഴ നക്ഷത്രം. പിന്നീട് വരുന്ന മൂലം നക്ഷത്രം. സർക്കാർ സ്ഥാപനങ്ങളിലോ കമ്പനികളിലോ ഏത് ഏറ്റെടുക്കുന്ന ജോലിയും ഉന്നത രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് മൂല നക്ഷത്രക്കാർ. അവർക്ക് ഈ പറഞ്ഞ തന്നെ അവർ ഏത് സാഹചര്യം അനുവദിച്ചാലും അവർ സമ്പന്നമായിട്ട് ജീവിക്കാൻ കഴിവുള്ളവരാണ്. അതിനുള്ള സാമ്പത്തികം അവർക്ക് എവിടെ നിന്നെങ്കിലും വന്നു ചേരുകയും ഈശ്വര വിശ്വാസവും എല്ലാം കൊണ്ടും അനുഗ്രഹിച്ചു നക്ഷത്രമാണ് മൂലം. നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളെയും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നല്ല സൗന്ദര്യമുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ കഴിയുന്നൊരു നക്ഷത്രക്കാരാണ് മൂലം. പിന്നീട് വരുന്ന ഉത്രാടം നക്ഷത്രം. ജീവിതത്തിൽ യൗവനത്തിൻ്റെ 2ാം ഘട്ടം മുതലാണ് പുരോഗതി കൂടുതൽ ഭാഗ്യമുള്ളത്. മറ്റുള്ളവർ ഉപദേശങ്ങൾക്ക് മുഖവില നൽകാതെ സ്വന്തം കാര്യത്തിലൂടെ സ്വന്തം പ്രയത്നത്തിൽ കൂടെയും കഴിഞ്ഞു പോകുന്നൊരു വകയാണ് ഉത്രാടം നക്ഷത്രക്കാർ. ഇവരാണ് ഈ 9 നക്ഷത്രക്കാർ. ഈ 9 നക്ഷത്രക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും. വളരെ ഭാഗ്യം എപ്പോഴും കടാക്ഷിച്ച് നിൽക്കുന്ന 9 നക്ഷത്രക്കാരാണ്. ഏത് നിമിഷവും ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് ഈ 9 നക്ഷത്രക്കാരെന്ന് പറയുന്നത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.